നമസ്കാരം. പ്രേംസ് ആസ്ട്രോ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മളിന്ന് നോക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള മാലകൾ ജപമാലയായി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് നമ്മൾ ഓൺലൈനിലും മറ്റും നിരവധി തരത്തിലുള്ള മാലകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഈ കാണുന്നതിൽ ഏറ്റവും ഉചിതമായത് ഏതൊക്കെ മാലകളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് രുദ്രാക്ഷ മണി കൊണ്ടുള്ള മാലയാണ്. രണ്ടാമതായി പറയുന്നത് താമരക്കിഴങ്ങിലുള്ള മാലയാണ്. പിന്നെ പറയുന്നത് ശംഖ്, മുത്ത്, സ്ഫടികം, രത്നം, സ്വർണമണി, വെള്ളിമണി, ദർഭയുടെ വേരുകൊണ്ടുള്ള മണി, തുളസിയുടെ വേരുകൊണ്ടുള്ള മണി മുതലായവയെല്ലാം ജപമാലയായി ഉപയോഗിക്കാം. ഇനി ഈ ജപമാല എങ്ങനെയാണ് അത് ശുദ്ധി വരുത്തി ഉപയോഗിക്കേണ്ടത് എന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ ജപമാലയെ നിങ്ങൾ ജപമാലയായി എടുക്കാൻ ഉപയോഗിക്കുന്ന മാലയെ അരയാലിന്റെയോ പേരാലിന്റെയോ ഇലയിൽ വച്ചതിന് ശേഷം പഞ്ചഗവ്യം കൊണ്ട് അതിനെ ശുദ്ധി ചെയ്യണം. ആ ശുദ്ധി ചെയ്തതിന് ശേഷം ശുദ്ധജലത്തിൽ അതിനെ കഴുകണം. അതിനെ കഴുകിയ മാലയെ ചന്ദനം, അകില്, കർപ്പൂരം എന്നിവ കൊണ്ട് തുടച്ച് ശുദ്ധമാകണം. ശേഷം ആ മാലയെ പ്രാണപ്രതിഷ്ഠ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ ജപമാലയായി ഒരു മാലയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോ നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു മാലയെ വാങ്ങി അത് ഉടൻ തന്നെ അത് ജപമാലയായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മണികൾ കൊണ്ടുള്ള മാലകൾ വാങ്ങി ജപമാലയായി ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. കൂടാതെ ഈ ജപമാലകൾ വളരെ പവിത്രമായി തന്നെ സൂക്ഷിക്കുകയും വേണം. അത് നമ്മളുടെ ഉപാസനാമൂർത്തി അതിൽ കുടികൊള്ളുകയാണെന്ന് പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടാകുകയും വേണം. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ജപമാലകൾ ഉപയോഗിക്കുവാനും തിരഞ്ഞെടുക്കുവാനും. കൂടാതെ ജപമാലകൾക്ക് 108 മണി അഭികാമ്യമാണ്. 64 മണിയുടെയും ജപമാലകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഉപാസനയ്ക്കും ആ ജപമാലയ്ക്കും പ്രത്യേക പവർ തന്നെ ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി, നമസ്കാരം.